ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ഷോപ്പിങ്ങിന് പോകുന്ന ഡൻസിലാണ്. അത് തുള്ളി തുള്ളി വരുന്ന ഒരാള്. സോ നമ്മള് എങ്ങോട്ടാ പോകുന്നേ? ഇടും, ഞാൻ സത്യമായിട്ട് വിടും. ഇപ്പൊ നമ്മള് ഇപ്പൊ ഗ്രോസറി ഷോപ്പിങ്ങിനല്ല, ഇപ്പൊ നമ്മള് ഓടാൻ പോവാ. ഇവിടെ എന്തോന്ന് പിന്നെ ഞാനിത് ഇടും കേട്ടോ. ഇന്ന് ഇവിടുത്തെ എന്തുവാ പാഡീസ് ഡേ ആയിരുന്നു. പക്ഷെ റോഡ് മൊത്തം ഇപ്പൊ കാലിയായി. ഇവിടുന്ന് എന്താ കുറച്ചൊക്കെ കാണാൻ പറ്റുമായിരിക്കും, എനിക്കറിയില്ല. ആൾക്കാരൊക്കെ അതിന്റെ പരേഡിന് ഇതൊക്കെ കഴിഞ്ഞ്. ഓ, ഇവിടെ ആരും ഇല്ല, എല്ലാരും പബ്ബില് ആൾക്കാരുണ്ടാവും. ഇവിടെ എങ്ങും ആരും മനുഷ്യനെ കാണാനില്ല. നേരത്തെ തിക്കി തെരഞ്ഞ് എന്തൊരു തിരക്കായിരുന്നു. ഇവിടുന്ന് ഇച്ചിരി ദൂരമുണ്ട്. നമ്മള് മെനൂത്ത് കോളേജില് ആണ് ഓടാൻ പോണേ. സെമിനാരിയുടെ അടുത്തൂടെ ഓടുന്നത്. ആക്ച്വലി അപ്പുറത്തെ വണ്ടികൾ എടുക്കാൻ പാടില്ല, അവരുടെ ഡീറ്റെയിൽസ് നമ്പർ പ്ലേറ്റ് വരാൻ പാടില്ല. ഒരു മഴയുടെ കൂടെ കുറവുണ്ട്. ഓടി തീർന്നിട്ട് ഞാൻ നമ്മള് എന്ത് റണ്ണാ മാറ്റി ചെയ്യാൻ പോകുന്നത്? ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് എന്താ ഓടാൻ പോകുന്നത്? ടോക്കിയോ മാരത്തൺ. അത് 2020 ഇക്കൊല്ലം ഏതാ കളർ ഡാഷ്. വുമൻസ് മാരത്തൺ ഓടാൻ പറഞ്ഞാൽ അവർക്ക് പറ്റില്ല. അത് പെട്ടെന്നായിപ്പോയി. അത് ഒത്തിരി സമയം, ഇഷ്ടമുള്ള സമയം എടുത്ത് ഓടിയാൽ മതി. ഇത് മെനൂത്ത് കോളേജിന്റെ ഒരു ഭാഗമാണ്. അതെന്താ? അത് LD. അത് വേറൊരു സൂപ്പർ മാർക്കറ്റ് ആണ്. നമ്മൾ ഓട്ടം കഴിഞ്ഞ് അങ്ങോട്ടാ പോകുന്നത്. ആണ് മെനൂത്ത് ടൗൺ പോയി. ഇതാണ് മെനൂത്ത് ടൗൺ. ആൾക്കാരൊക്കെ നോക്കുന്നു, ഞാൻ എന്താ ഫോണും പിടിച്ചോണ്ടിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഓടാൻ പോകുന്നത്. എന്റെ ഓഡിയോ ഇടാൻ നിനക്ക് പെർമിഷൻ ഇല്ല. പിന്നെ ഞാൻ GDPR കൊടുത്തു കുഴപ്പമില്ല. പിന്നെ യൂറോപ്യൻ കോർട്ട് ഇവിടെ പാർക്ക് ചെയ്യും. സമ്മർ ആകുമ്പോ ഭയങ്കര ബ്യൂട്ടിഫുള്ളാ. അത് ഓട്ടമൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ഓട്ടമൊക്കെ കഴിഞ്ഞ് എന്ത് തോന്നുന്നു? സ്റ്റോപ്പ് സിഗ്നലിലാണ് നമ്മളിനി പെട്രോൾ അടിക്കാൻ പോകുന്നു. അയ്യോ, പൂവുണ്ടായിരുന്നു സൈഡിൽ. ഇവിടെ കാണുന്ന പൂവ്. ഇത് മെനൂത്തിലെ മെക്ഡൊണാൾഡ്സ്. മുത്തച്ഛക്ക് ഇഷ്ടമില്ല. ഇത് ഇവിടുത്തെ വലിയ ടെസ്കോയാണ്. ഇവിടെ നമ്മള് വേറൊരു ദിവസം വരുന്നതാണ്. നമ്മള് മാറ്റി പെട്രോൾ അടിക്കുന്നത് കാണാൻ പോവുകയാണ്.
ആരടിക്കും? ഡ്രൈവർ അടിക്കും. ഇതാണ് പെട്രോൾ പമ്പ്. ഇവിടെ ആരും ഇല്ല പെട്രോൾ അടിച്ച് തരാൻ. വേണമെങ്കിൽ തന്നെ അടിക്കുക. ഇതിന് തുടക്കം തന്നെ ഡ്രസ്സാ. ആൻറ്റി അങ്കിളും വീട്ടിൽ പോയോണ്ട് വെച്ചുണ്ടാക്കി കഴിക്കാൻ വല്ലതും വേണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തപ്പി തപ്പി നടക്കുകയാണ്. എന്തുണ്ടാക്കും എന്ന്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഒരു വലിയ സാധനമാണ് GDPR. അതിൽ വരുന്ന ഒരു റൂളാണ് ലൈക്ക് നമ്മൾ ബാക്കിയുള്ളവരുടെ കൺസെൻ്റ് ഒന്നും ഇല്ലാതെ അവരുടെ വീഡിയോയോ ഓഡിയോയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ ഇതുപോലത്തെ പബ്ലിക് സ്പേസിൽ വരുമ്പം നമ്മൾ വേറെ ആരും റെക്കോർഡ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. ചില സാധനങ്ങൾ എക്സ്പെൻസീവ് അല്ല, ചില സാധനങ്ങൾ എക്സ്പെൻസീവ് ആണ്. മിഡിൽ ക്ലാസ്സുകാരുടെ സൂപ്പർ മാർക്കറ്റ്. അതെ അതെ, ഇത് റിച്ചാ. ഇതിൻ്റെ ഒരു സൈഡ് അങ്ങോട്ട് നോക്കിയാൽ കാണാം ക്ലോത്ത്സ് ഉണ്ട്. ഈ സൈഡ് ഗ്രോസറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ വരുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇവിടെ ഡൺസിൽ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഓരോരോ ഓഫറുകളുണ്ടാവും. ഇവിടുത്തേത് മഞ്ഞ ഇതിൽ ഹാഫ് പ്രൈസ് ആണോ എന്താണോ എന്ന് കാണിക്കും. പിന്നെ ഇവിടെ നമ്മൾ ഇത്ര 50 യൂറോ കൂടുതൽ സാധനം മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 യൂറോ ഓഫ് ഉണ്ട്. അപ്പം അത് ഇന്ന് നമ്മൾ 50 യൂറോയ്ക്ക് സാധനം മേടിച്ച് നമ്മുടെ റിസീറ്റിലുണ്ടാവും അത് ഒരു കോഡ്, എക്സ്ട്രാ കോഡ്. അത് ഞാൻ എൻ്റെ കാണിക്കാം. അടുത്ത പ്രാവശ്യം വരുമ്പം ആ റിസീറ്റ് കാണിച്ചാൽ അവർ നമ്മളിപ്പോൾ 50 യൂറോയ്ക്ക് മേടിക്കുകയാണെങ്കിൽ 10 യൂറോ കട്ട് ചെയ്ത് 40 യൂറോ പേ ചെയ്താൽ മതി. അങ്ങനെയാണ് ഇവിടെ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇതുപോലെ ഫ്ലോർ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ മുമ്പിൽ വേറെ കസ്റ്റമർ ഉണ്ടെന്നാണ്. അവരുടെ ഒന്നും മുഖമോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് നിലം കാണുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇവിടെയാണ് പാലിൻ്റെ സെക്ഷൻ. പാലിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റേ നമ്മുടെ സാദാ പാലല്ല. സാദാ പാല് അവിടെ ഫ്രിഡ്ജിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക, ഇല്ലെങ്കിൽ അത് കേടാവുമല്ലോ. ഇത് പാലില്ലാത്ത പാൽ, അതായത് ഓട്ട് മിൽക്ക്, സോയ മിൽക്ക്, ആൽമണ്ട് മിൽക്ക്, കോക്കനട്ട് മിൽക്ക്, അങ്ങനെ പല പല മിൽക്കുകളുണ്ട്. എത്ര മിൽക്കുകളുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. അപ്പം യൂഷ്വലി ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ കുടിക്കുന്ന ഓട്ട് മിൽക്കാണ്. മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും അവിടെ ഡെലി എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാവും. അതാണിത്, ഹോട്ട് ഫുഡ് കിട്ടുന്ന സ്ഥലം. അതായത് സോസേജ്, ബേക്കൺ, ബ്രേക്ക്ഫാസ്റ്റ് റോള്, സാൻഡ്വിച്ച് അങ്ങനെയൊക്കെ കിട്ടുന്നത്. ഇവിടെ വന്നതിന് ശേഷം പാർട്ട് ടൈമായിട്ട് പണിതത് ഇതുപോലത്തെ ഒരു സ്ഥലത്താണ്. സൂപ്പർ വാല്യൂ എന്നാണ് ആ ഗ്രോസറി സ്റ്റോറിൻ്റെ പേര്. ഇത് ഡൺസ്. ഓക്കെ, ഇതൊരു ടൈപ്പ് ഓഫ് ലഞ്ച് ബോക്സ് പോലെയാണ്. ഇതിനകത്ത് എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. നമ്മളാകെ ചൂടാക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പം റൈസും എന്തെങ്കിലും കറി ആയിരിക്കും, അല്ലെങ്കിൽ നൂഡിൽസും എന്തെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൂഡിൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ഐറിഷ് ഡിന്നർ ആയിരിക്കും. അപ്പം ഇത് കൂട്ട് മേടിക്കുക, ഇപ്പം ജോലിക്ക് പോകുമ്പോൾ ജോലിക്ക് കൊണ്ടുപോവുക, എന്നിട്ട് ഓവനിൽ വെക്കുക, ചൂടാക്കുക, കഴിക്കുക. സിമ്പിൾ. ഇത് മൊത്തം യോഗേർട്ടിൻ്റെ സെക്ഷനാണ്. ഫ്ലേവറുള്ള യോഗേർട്ടുണ്ട്, സ്പ്ലിറ്റ് പോട്ടുണ്ട്, അതായത് ചോക്ലേറ്റൊക്കെ വരുന്നത്, അങ്ങനെ പലതും. ഇത് ചായപ്പൊടി, ഉറങ്ങാനുള്ള ചായയുണ്ട്, പല ടൈപ്പ് ഓഫ് ചായകളുണ്ട്. പെപ്പർമെൻറ്റ് ടീ, ജിഞ്ചർ ടീ, ഗ്രീൻ ടീ, അങ്ങനെ പല ടൈപ്പ് ഓഫ് ടീകൾ, ഇതുവരെ കേൾക്കാത്ത ടീകൾ.
കുഴപ്പമില്ല. വീണ്ടും പാത്രത്തിൻ്റെ അടുത്ത് വന്നു. ഇവിടെ വന്നിട്ട് മലയാളി കടയിലല്ലാതെ വേറൊരു സൂപ്പർ മാർക്കറ്റിൽ ഞാൻ ലേസ് കണ്ടിട്ടില്ല. പല ടൈപ്പ് ഓഫ് സാധനങ്ങളുണ്ട്. വോക്കേഴ്സ് ഉണ്ട്, ടേറ്റോസ് ഉണ്ട്. ഇവിടുത്തെ ചിപ്സുകളൊക്കെ ഉള്ളൂ, നമ്മുടെ ലേസ് ഇല്ല. അത് ഇങ്ങനെതാ. ആക്ച്വലി ഉണ്ടാക്കാം. റിസീറ്റ് അഞ്ച് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ റിസീറ്റിൽ ഒരു വൗച്ചറിൻ്റെ ഇത് കാണിക്കുമെന്ന്, അതാണിത്. അപ്പോൾ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഇത് കാണിച്ചാൽ 10 euro ഓഫ്. എല്ലാം കഴിഞ്ഞു. എല്ലാവരും കടപൊട്ടി വീട്ടിൽ പോയി. നമ്മളും വീട്ടിൽ പോവാണ്. ടാറ്റാ.